ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ റൂട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ റൂട്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയമാണ്, ചെയ്തിട്ട് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ റൂട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ആവുന്നില്ല, അങ്ങനെ ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ ചെയ്യുന്ന സെറ്റിംഗ്സ് നിങ്ങൾ ആദ്യമേ ചെയ്തു വെക്കുക. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് മോർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം, അത് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം അൺനോൺ സോഴ്സസ് എന്ന് കാണാം. ഇത് നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ടിക്ക് ചെയ്യാഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ആവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ടിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നേരെ ബാക്കിലോട്ട് പോവാം. അതിനുശേഷം ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് കാണാം. ഇത് നിങ്ങളുടെ ഫോണിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അബൌട്ട് ഡിവൈസിൽ പോവുക. അബൌട്ട് ഡിവൈസിൽ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ബിൽഡ് നമ്പർ എന്ന ഒരു ഇത് കാണാം. ഈ ബിൽഡ് നമ്പറിൽ നിങ്ങൾ 7 പ്രാവശ്യം ടച്ച് ചെയ്ത് കൊടുക്കുക. 7 പ്രാവശ്യം ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ബാക്കിലോട്ട് തന്നെ പോയതിനു ശേഷം ഇവിടെ കാണാം ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ USB ഡിബാഗിംഗ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇത്രയും സെറ്റിംഗ്സ്. അതിനുശേഷം നിങ്ങൾ ബാക്കിലോട്ട് പോവുക. ഇത്രയും സെറ്റിംഗ്സ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഞാൻ തരുന്ന ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യേണ്ടതുള്ളൂ. അതിനു മുന്നേ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യമേ നിങ്ങൾ ഇത് ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം മാത്രം എൻ്റെ പേജിൽ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ തരുന്ന ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ക്രോം ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നേരിട്ട് ഫേസ്ബുക്കിന്റെ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നേരെ ക്രോമിൽ ഓപ്പൺ ചെയ്യണമെന്ന് മാത്രം. അതിനുശേഷം ആ കോപ്പി ചെയ്തത് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇതാണ് ഞാൻ നൽകിയ ലിങ്ക്. ഈ ലിങ്ക് നിങ്ങൾ എൻ്റെ പേജിൽ വീഡിയോക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് നേരെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ കാണാം സ്കിപ്പ് ആഡ് എന്നൊരു ഓപ്ഷൻ. ഈ സ്കിപ്പ് ആഡ് എന്നതിൽ നിങ്ങൾ ഓക്കെ കൊടുക്കുക. സ്കിപ്പ് ആഡ് ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. സ്കിപ്പ് ആഡ് നേരിട്ട് പോയി സ്കിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാം നിങ്ങൾക്ക് അതിൻ്റെ വെബ് പേജ് ഓപ്പൺ ആയി വരുന്നത്. കുറച്ച് താഴോട്ട് പോവുക. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം ഡൗൺലോഡ് റീഡി ഗെറ്റ് ഫയൽ ഹെയർ എന്ന് കാണാം. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നേരെ ക്രോമിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിവിടെ ആൾവേസ് ആദ്യമേ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ക്രോമിൽ തന്നെ എപ്പോഴും ഇത് വരില്ല. ആൾവേസ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വൺ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കാണാം ദിസ് ടൈപ്പ് ഓഫ് ഫയൽ ഹാം യുവർ ഡിവൈസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ കൊടുക്കുക. ഞാൻ എൻ്റെതിൽ ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്ന് കൊടുക്കുന്നു. ഇനി ഇൻസ്റ്റാൾ ആവുന്നില്ല എന്ന് പരാതി ഇപ്പോൾ കാണാൻ ഡൗൺലോഡിങ് ആയത്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഡൗൺലോഡിങ് ആവുന്നത്. ഇവിടെ ഡൗൺലോഡിങ് ആവുന്നത്. അപ്പോൾ എനിക്കിത് ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചത് കൊണ്ട് ഇനി അത് ചെയ്യാൻ നിൽക്കുന്നില്ല. അത്രയും ടൈം വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല.
അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡിംഗ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. ഇതുപോലെ ആപ്ലിക്കേഷൻ കാണാവുന്നതാണ്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഇത് ഡൺ ചെയ്യാം. ബാക്കിലോട്ട് പോവാം. ഇപ്പോൾ കാണാം അത് ഡൗൺലോഡ് ആയി, മുഴുവനായിട്ട് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ ചെയ്തു വെച്ചതുകൊണ്ട് ഞാൻ നേരിട്ട് ഓപ്പൺ ചെയ്തു. നിങ്ങൾ ഇനി ഡൗൺലോഡ് ആവുന്നില്ല എന്നുള്ള പരാതി പറയരുത്, കാരണം ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഈ കാണുന്നതാണ് നിങ്ങൾ റൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ. ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇത് റൂട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫോണിലെ ബാറ്ററി 70% മുകളിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണാം ഇതൊരു ജപ്പാനീസ് ഭാഷയാണ്. ഇപ്പോൾ എന്റെ ഫോണിൽ ഇത് ടിക്ക് മാർക്കാണ് കാണുന്നത്. എന്റെ ഫോൺ റൂട്ട് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ക്കുന്നത്. നിങ്ങളിതിൽ ഇങ്ങനെ ടിക്ക് മാർക്ക് കാണില്ല. നിങ്ങൾ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനിങ്ങനെ റൗണ്ട് ചെയ്ത് റൂട്ടാവും. റൂട്ടായെന്നില്ല അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ലാസ്റ്റിൽ ഇങ്ങനെ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ റൂട്ടാണ്. അതിനുശേഷം നിങ്ങൾ ബാക്കിലോട്ട് പോവാം. ബാക്കിലോട്ട് പോയതിനു ശേഷം റൂട്ട് ചെക്കർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇവിടെ കാണാം വെരിഫൈ റൂട്ട് എന്നൊരു ഓപ്ഷൻ. ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഗിരിയത്തിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് റൂട്ടഡ് ആക്സസ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ റൂട്ട് ആയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. ഇനി ഇത് റെഡ് അല്ല, ഗ്രീൻ അല്ല, റെഡ് ആണ് കാണിക്കുന്നതെങ്കിൽ ഒന്നുകൂടി നിങ്ങളുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒന്നുകൂടി ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ആയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നുകൂടി പ്രത്യേകം പറയുന്നു, ഈ വീഡിയോ ശരിക്കും കണ്ട് അതുപോലെ തന്നെ ചെയ്യണം. ഇത് റൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ എന്നെ കുറ്റം പറയാൻ പാടില്ല. ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യണം. ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് വീഡിയോക്ക് കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാവരും കമന്റ് ബോക്സിൽ ലിങ്ക് വേണമെന്ന് പറഞ്ഞ് അടിക്കേണ്ട ആവശ്യമില്ല. വീഡിയോയുടെ കൂടെ തന്നെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ഓക്കെ.